നമസ്കാരം. ഞാൻ ഡോക്ടർ അനൂപ്, കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക്സ് സർജനായി ജോലി ചെയ്യുന്നു. നമ്മുടെ ഒരു വ്യൂവർ ഉപ്പൂറ്റി വേദനയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പൂറ്റി വേദനയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഇന്ന് രാവിലെ ഒ പിയിൽ വന്ന ഒരു രോഗിയുടെ അസുഖത്തെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. ഈ അസുഖം തിരഞ്ഞെടുക്കാൻ കാരണം എന്തെന്നാൽ ഇത് വളരെ കോമൺ ആണ് എന്ന് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് അസുഖമെന്ന് നോക്കാം. രോഗി 35 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അറിയപ്പെടുന്ന ഒരു തുണിക്കടയിൽ സെയിൽസുകളായിട്ട് ജോലി ചെയ്യുന്നതാണ്. പുള്ളിക്കാരിക്ക് 3 മാസമായി ഉപ്പൂറ്റിയിൽ വേദനയുണ്ട്. എവിടെയാണ് വേദന എന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഉപ്പൂറ്റിയിൽ ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ഈ ഭാഗത്താണ് വേദന എന്നാണ് അവർ പറഞ്ഞത്. ആ ഭാഗത്തുനിന്ന് അമർത്തി നോക്കിയപ്പോൾ നല്ല വേദനയുണ്ട്. അപ്പോൾ ഇത് ഇത്രയുമായപ്പോൾ തന്നെ നമുക്ക് എന്താണ് അസുഖം എന്ന് മനസ്സിലായി. ഇതിനെ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. നമ്മുടെ കാലിൻ്റെ അടിയിൽ കാല് ഇങ്ങനെ പരന്നിട്ടല്ല, ഒരു ആർച്ചുണ്ട്. ഈ ആർച്ച് നിലനിർത്തുന്ന ഒരു കട്ടിയുള്ള പാടയുണ്ട്. ഈ പാടയുടെ പേരാണ് പ്ലാന്റാർ ഫേഷ്യ. ഇത് ഈ ആർച്ച് നിലനിർത്തുന്നത് മാത്രമല്ല, ഒരു ഷോക്ക് അബ്സോർബറുടെ പോലെയുള്ള ഒരു പ്രവർത്തനം കൂടി ഇതിനുണ്ട്. അപ്പോൾ ഈ പ്ലാന്റാർ ഫേഷ്യയിൽ തുടർച്ചയായ സ്ട്രെസ് വരുമ്പോഴാണ് പ്ലാന്റാർ ഫേഷ്യ ഉപ്പൂറ്റിയുടെ കൽക്കേനിയം എന്ന എല്ലിൽ പിടിക്കുന്ന ഭാഗത്ത് ചെറിയ കീറലുണ്ടാവുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ഈ വേദന ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആർക്ക് എങ്ങനെയുള്ള ആൾക്കാരിലാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി നേരം നടക്കാനോ അല്ലെങ്കിൽ നിൽക്കാനോ ആവശ്യം വരുന്ന കാര്യങ്ങൾ ഏർപ്പെടുന്ന ആൾക്കാർക്കാണ് ഇതുണ്ടാവുന്നത്. ചില രീതിയിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നവർക്കും ഇത് കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കാല് താഴെ കുത്തുമ്പോൾ ഉപ്പൂറ്റിയിൽ അസഹനീയമായ വേദന ഉണ്ടാകും. അതുപോലെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാലും ഇതുപോലെ കാല് കുത്തി കഴിയുമ്പോൾ വേദന ഉണ്ടാകും. എന്നാൽ ഇത് കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ ഈ വേദനയിൽ കുറവ് വരികയും ചെയ്യും. ഇതിൽ നമ്മൾ എങ്ങനെ അസുഖം കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ലക്ഷണങ്ങളുടെ കൂടെ തള്ളവറിൻ്റെ വീഡിയോയിൽ കാണുന്ന പോലെ മേളിലോട്ട് ആക്കുമ്പോൾ ഈ ഉപ്പൂറ്റിയിൽ നേരത്തെ കാണിച്ച ഭാഗത്ത് വേദന ഉണ്ടാവും. പിന്നെ വിൻഡ്ലാസ് ടെസ്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് മുട്ടി നോക്കിക്കഴിഞ്ഞാൽ അവിടെ അപ്പോൾ വേദന അനുഭവപ്പെടും. പിന്നെ ഹീൽ ടാപ്പ് ടെസ്റ്റ് എന്ന് പറയും. എക്സ്റേ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ചിലർ ഇവിടെ എല്ല് വളർച്ചയുണ്ട് എന്നൊക്കെ പറയും. അത് പക്ഷേ വേദനയുടെ കാരണം അതുകൊണ്ടൊന്നുമല്ല. പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാടയുടെ കട്ടി കൂടിയതായി കാണാൻ കഴിയുന്നതാണ്. ഇനി ഇതിൻ്റെ ചികിത്സയിലോട്ട് പോകാം. ചികിത്സ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ വേദനയുടെ നീറിൻ്റെ മരുന്നും സ്ട്രെച്ചിങ് വ്യായാമങ്ങളും മതിയാവും. അടുത്തതായി പിന്നെ താൽക്കാലിക ആശ്വാസമായി കാല് ടേപ്പ് ഒട്ടിച്ചിട്ടുള്ള ലോ ഡൈ ടേപ്പിംഗ്, ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയുള്ള ഒരു ടേപ്പിംഗ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അൾട്രാസൗണ്ട് ഉപയോഗിച്ചുള്ള എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് തെറാപ്പി എന്ന് പറയുന്ന ഒരു തരം ചികിത്സയുണ്ട്. ഇതിലൊന്നും ആശ്വാസം കാണുന്നില്ലെങ്കിൽ അടുത്തതായി ഈ പ്ലാന്റാർ ഫേഷ്യ പിടിക്കുന്ന ഭാഗത്ത്, വേദന കാണിച്ച ഭാഗത്ത് സ്റ്റിറോയിഡ് അല്ലെങ്കിൽ PRP ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്. ഇതിലും ആശ്വാസമില്ലാത്ത വളരെ ചുരുക്കം ചില രോഗികളിൽ സർജറി വേണ്ടി വരും. അതായത് ഈ ഭാഗം തുറന്ന് പ്ലാന്റാർ ഫേഷ്യയുടെ ഒരു ചെറിയ ഭാഗം ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വന്നേക്കാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഇത് തുടർച്ചയായി നിൽക്കേണ്ടയും നടക്കേണ്ടയും കാര്യങ്ങൾ ആവശ്യമുള്ളവർ കഴിയും പോലെ ഇതിൻ്റെ ഇടയ്ക്ക് വിശ്രമം എടുക്കുകയും ഒന്നിരിക്കുകയും കാലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്
ഈ അസുഖത്തെ സുഖപ്പെടുത്താൻ സഹായിക്കുന്നതാണ്, അത് ആവശ്യവുമാണ്. അതുപോലെ രണ്ടാമത്തത് ചെരുപ്പ്. കട്ടിയുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക. MCR ചപ്പൽ പോലെയുള്ള, അല്ലെങ്കിൽ MCR ചപ്പൽ തന്നെ ഉപയോഗിക്കാം. അത് സ്പോഞ്ച് പോലെയുള്ള ചെരുപ്പാണ്. അത് വീട്ടിൻ്റെ ഉള്ളിലും പുറത്തും ഉപയോഗിക്കാം. അല്ലാതെയുള്ള ചെരുപ്പുകൾ എന്തെങ്കിലും ഫംഗ്ഷനോ പാർട്ടിക്കോ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുക. ഷൂ ധരിക്കുന്നവർ അകത്ത് വയ്ക്കാൻ പറ്റുന്ന സോഫ്റ്റ് സോൾ അല്ലെങ്കിൽ ജെല്ല് പോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.